ഇന്നത്തെ റെസിപ്പി മാഗി നൂഡിൽസൊക്കെ വെച്ചിട്ടുള്ളൊരു ഓംലെറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും ഇത്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾ വൈകിട്ട് വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനോ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വേണ്ട, വെജിറ്റബിൾ ഓയിലാണ് നല്ലത് ഇതിന്. ഇതിലേക്ക് ഒരു സവാള, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക് എന്നിവ ഒന്ന് ചെറുതാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ടി വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ ഒരു പാക്കറ്റിൽ മസാല ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇപ്പോൾ ഇടണ്ട, ഒരു അര ഭാഗത്തോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് വേവാനുള്ള ഒരു അളവിലുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാഗിയുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. രണ്ടൊന്ന് പീസസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേവാനായിട്ട് എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാനുള്ള 2 മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് പതഞ്ഞ് വരണം, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഓംലെറ്റിൻ്റെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലയുടെ ബാക്കിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ മീതേക്ക് തൂവി ഇട്ട് കൊടുക്കാം. ഈ ഒരു മാഗി മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നൊരു സാധനം. അപ്പോൾ ഇതിങ്ങനെ തൂവി കൊടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ മീതേക്ക് നൂഡിൽസിൻ്റെ ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം നടുക്കായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മടക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കാവുമ്പോൾ ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇതൊന്ന് നമുക്ക് മടക്കിയെടുക്കാം. 2 സൈഡും മടക്കിയെടുക്കാം. കാണാനൊന്ന് അട്രാക്റ്റീവ് ആയാലല്ലേ കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ വേഗം കഴിച്ചോളും. പിന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഹെൽത്തിയാണിത്. കണ്ടോ, ഈ രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം കുട്ടികൾക്ക്. സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ ഇങ്ങനെ തന്നെ കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഈ നൂഡിൽസിൻ്റെ ഓംലെറ്റ് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം തീ കൂട്ടിയിട്ടിട്ട് ഓംലെറ്റ് റെഡിയാക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നൂഡിൽസ് വെച്ചിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.